പത്തനംതിട്ട പെരുന്നാട് ജനവാസ മേഖലയിൽ വന്യമൃഗ ഭീഷണിക്ക് വനം വകുപ്പ് പരിഹാരം കാണുന്നില്ലെന്ന് നാട്ടുകാർ. പ്രദേശത്ത് വാനരശല്യവും രൂക്ഷമാണ്. വീടുകളിലെ ഉള്ളിലടക്കം വാനരന്മാർ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വന്യമൃഗ ഭീഷണി കാലങ്ങളായി പെരുന്നാട് നിവാസികളെ അലട്ടുകയാണ്. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഇവിടുത്തുകാരുടെ പ്രധാന ഉപജീവനമാർഗം. കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നു, കന്നുകാലികളെ ഉപദ്രവിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വന്യമൃഗമിറങ്ങി ആടിനെ ആക്രമിച്ചു. ഇത് പുലിയാണെന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത്. പ്രദേശത്തെ വളർത്തുമൃഗങ്ങൾക്ക് വന്യമൃഗങ്ങളുടെ ഉപദ്രവമുണ്ടാകുന്നത് പതിവായതോടെ വനം വകുപ്പിനും പഞ്ചായത്തിനും നാട്ടുകാർ പരാതി നൽകിയിരുന്നു. പക്ഷേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്ന നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ നാളുകൾ കുറേയായി വന്യജീവിയുടെ കടുവയുടെ ആക്രമണത്തിൽ പല മൃഗങ്ങളും വളർത്തുമൃഗങ്ങളും ചത്തിട്ടുപോലും. നടപടി സ്വീകരിക്കുന്നതിൽ വേണ്ടപ്പെട്ട വകുപ്പുകൾ പരാജയപ്പെട്ടു എന്ന ഉത്തമ തെളിവാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ഒരു സംഭവം. ഇത്രയും നേരമായിട്ട് രാവിലെ അറിയിച്ചതാണ്, ഫോറസ്റ്റുകാർ എത്തിയിട്ടില്ല. നമുക്ക് സ്ഥിരീകരിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും കടുവയാണോ എന്ന് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിലുള്ള ഒരു അനുഭവം വെച്ച് നമ്മുടെ ഒരു സംശയം അതുതന്നെയാണ്. പ്രദേശത്ത് വാനരശല്യവും രൂക്ഷമാണ്. വാനരന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. വാനരന്മാർ വീട് ആക്രമിച്ച ദൃശ്യങ്ങളാണിത്. വീടുകളിലും കടകളിലും എത്തി വാനരന്മാർ നാശനഷ്ടം വരുത്തുന്നു. വന്യമൃഗ ഭീഷണിക്ക് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ജനം, പത്തനംതിട്ട.